നമസ്കാരം. ഫണ്ട് 360 പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വിഷയം കുറച്ച് വ്യത്യസ്തമാണ്. കുറച്ച് പേരൊക്കെ, അതായത് നമ്മുടെ ഈ ഒരു ഫണ്ട് 360 കമ്മ്യൂണിറ്റിയിലല്ല, പക്ഷെ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയുന്നവരും എൻ്റെ പണ്ട് കാലത്തെ കുറച്ച് വിദ്യാർത്ഥികളും ഇവരൊക്കെ കൂടിയിരുന്ന ഒരു ചർച്ച, ആ ഒരു ചർച്ചയിൽ ഉള്ള കുറേ സംശയങ്ങളും അവയ്ക്കുള്ള ഒരു പരിധിവരെ എനിക്കറിയാവുന്ന കാര്യങ്ങളും അവയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയുടെ പ്രതിപാദന വിഷയം. ആ ചർച്ച പ്രധാനമായിട്ടും മറ്റൊന്നുമല്ലായിരുന്നു, കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ നടപ്പാക്കാൻ പോകുന്ന KSEBയുടെ പ്രപ്പോസൽ അനുസരിച്ച് നടപ്പാക്കാൻ പോകുന്ന ഗ്രോസ് മീറ്ററിങ്ങിനെ കുറിച്ചാണ്. സൗരോർജ്ജം ഉത്പാദിപ്പിക്കുന്ന സോളാർ പാനൽ വീടിന്റെ മുകളിൽ വെച്ചിട്ടുള്ള റൂഫ് ടോപ്പ് സോളാർ പ്രോസ്യൂമേഴ്സിന്, പ്രൊഡ്യൂസർ പ്ലസ് കൺസ്യൂമേഴ്സ്, അവരെ ബാധിക്കുന്ന ഈ കാര്യങ്ങളെ കുറിച്ചാണ്. ആദ്യമേ തന്നെ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, ഈ പറഞ്ഞ അഭിപ്രായങ്ങളൊക്കെ ഞാൻ ഊർജ്ജ മേഖലയിൽ കുറച്ചധികം കാലം പ്രവർത്തിച്ച ആളുന്ന രീതിയിലും, പ്രത്യേകിച്ച് എനർജി എക്കണോമിക്സിന്റെ അകത്ത് കുറച്ചൊരു അറിവുള്ള ആളുന്ന രീതിയിലും ഉള്ള ഒരു അക്കാഡമിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ദയവായിട്ട് ഇതിന്റെ അകത്ത് രാഷ്ട്രീയം കണ്ടുപിടിക്കാൻ ശ്രമിക്കാതിരിക്കുക. എന്തുകൊണ്ടാണ് രാഷ്ട്രീയം ഊർജ്ജ മേഖലയിൽ കണ്ടുപിടിക്കാൻ ശ്രമിക്കാതിരിക്കേണ്ടത് ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നമ്മുടെ ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ, ഇന്ത്യയുടെ ഊർജ്ജ മേഖലയുടെ ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് പ്രധാനമായിട്ടും കാണാൻ പറ്റുന്ന ഒരു കാര്യം, പ്രത്യേകിച്ച് ഇലക്ട്രിക് പവർ, അത് പലപ്പോഴും രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള പോളിസീസാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഏത് രാഷ്ട്രീയക്കാർ വന്നാലും പോയാലും കാര്യമായിട്ട് വൈദ്യുതിയെ സംബന്ധിച്ചിട്ടുള്ള നയങ്ങളൊന്നും രാഷ്ട്രീയപരമായിട്ടുള്ള മാറ്റങ്ങൾക്ക് വിധേയമായിട്ടില്ല. അതേസമയം വൈദ്യുതി അല്ലാതെ മറ്റുള്ള പല ഊർജ്ജ മേഖലയ്ക്കും വിധേയമായിട്ടുണ്ട്. ഉദാഹരണമായിട്ട് കൽക്കരി, ഹൈഡ്രോ കാർബൺ, മറ്റുള്ള ഓയിലുകളോ എന്തെങ്കിലും ആകട്ടെ, അതെല്ലാം വളരെയധികം കാലാകാലങ്ങളോളം വന്നിട്ടുള്ള രാഷ്ട്രീയത്തിൻ്റെയും ലൈസൻസ് രാജിൻ്റെയും ഒക്കെ ആവിർഭാവവും അതിൻ്റെ ഇല്ലായ്മയായി കാണിച്ചും ലിബറലൈസേഷനും ഒക്കെ ഭാഗമായിട്ട് ഇതിനൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. പക്ഷേ ഇലക്ട്രിക് പവർ, അതിൻ്റെ പോളിസീസ് കാര്യമായിട്ട് മാറ്റങ്ങൾ വന്നിട്ടില്ല. ആത്യന്തികമായിട്ട് നമ്മുടെ ഇവിടുത്തെ ഇലക്ട്രിക് എനർജി പോളിസീസ് ഒക്കെ അതാത് കാലങ്ങളിൽ സംഭവിക്കേണ്ട കാര്യങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരുന്നത്. അത് ഏത് രാഷ്ട്രീയം പോയിട്ട് മറ്റൊരു രാഷ്ട്രീയം വന്നാലും അതിന് മാറ്റങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. ഈ ഒരു കാര്യം ആദ്യം തന്നെ മനസ്സിൽ വെക്കുക. അതിനുശേഷം മാത്രം ഈ വീഡിയോ തുടർന്ന് കാണുക. ഇല്ലെങ്കിൽ പലപ്പോഴും പലർക്കും തുടർന്നുള്ള ഭാഗങ്ങളിൽ രാഷ്ട്രീയം കണ്ടുപിടിക്കാനുള്ള സ്വതസിദ്ധമായിട്ടുള്ള ഒരു ത്വര കണ്ടേക്കാം. നമുക്കറിയുന്ന പോലെ തന്നെ 2025 കൂടിയിട്ട്, ഈ വർഷത്തോട് കൂടിയിട്ട് പുറത്ത് സോളാർ പാനൽസ് വെച്ചിട്ട് റൂഫ് ടോപ്പ് സോളാർ ജനറേഷൻ നടത്തുന്നവരെ സംബന്ധിച്ച് ഇതുവരെ ഉണ്ടായിരുന്ന നെറ്റ് മീറ്ററിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മീറ്ററിംഗ് പ്രതിഭാസത്തിൽ നിന്നും മാറി ഗ്രോസ് മീറ്ററിംഗിലേക്ക്, ഈ രണ്ട് ടേമാണ് വളരെ സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത്, ഗ്രോസ് മീറ്ററിംഗിലേക്ക് മാറാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇവിടുത്തെ ഡിസ്ട്രിബ്യൂഷൻ കമ്പനി ആയിട്ടുള്ള കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് നമ്മുടെ സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷന്റെ മുമ്പാകെ ആവശ്യം ഉന്നയിച്ചു. 2022 ഇതേ ആവശ്യം തന്നെ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു KSEB. ആദ്യമേ തന്നെ ചെറുതായിട്ട് നെറ്റ് മീറ്ററിംഗും ഗ്രോസ് മീറ്ററിംഗും എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ചെറുതായിട്ട് പറയാം. നെറ്റ് മീറ്ററിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉദാഹരണമായിട്ട് നിങ്ങളുടെ വീട്ടിൽ സോളാർ പാനൽ വെച്ചിട്ട് 10 മെഗാവാട്ട് പവർ ജനറേറ്റ് ചെയ്യുന്നു ഒരു മാസം. എന്നിട്ട് അത് നിങ്ങൾ ഗ്രിഡിലേക്ക് കണക്ട് ചെയ്തിട്ട് ഗ്രിഡിലേക്ക് കൊടുക്കുന്നു എന്ന് കരുതുക, KSEBക്ക് കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് ഉപയോഗത്തിന് വേണ്ടിയിട്ട് ഒരു 12 മെഗാവാട്ട് അവർ ഉപയോഗിക്കുന്നു എന്നിരിക്കട്ടെ. അപ്പോൾ 10 മെഗാവാട്ട് അവർ കൊടുത്തു, 12 മെഗാവാട്ട് അവർ ഉപയോഗിച്ചു. അതായത് 2 മെഗാവാട്ട് അവർ കൂടുതലായിട്ട് നിങ്ങൾ ഉപയോഗിച്ചു. അപ്പോൾ നിങ്ങൾ 2 മെഗാവാട്ട് അവറിൻ്റെ പൈസ മാത്രം നിങ്ങൾ KSEBക്ക് കൊടുത്താൽ മതി. ഇതാണ് നെറ്റ് മീറ്ററിംഗ്. ഗ്രിഡിലേക്ക് കൊടുത്തതിൻ്റെ, നിങ്ങൾ ഉൽപ്പാദിപ്പിച്ചതിൻ്റെ അകത്തു നിന്നും ഉപയോഗിച്ചത് കുറച്ച് കിട്ടുന്ന ബാക്കിയുള്ളതിന് മാത്രം പണം കൊടുത്താൽ മതി എന്നർത്ഥം. ഗ്രോസ് മീറ്ററിംഗ് എന്ന് പറയുന്നത് മറ്റൊന്നാണ്. അതായത് നിങ്ങൾ അങ്ങോട്ട് കൊടുക്കുന്നത് സെപ്പറേറ്റ് ആയിട്ട് ബില്ല് ചെയ്യുന്നു. അത് 10 മെഗാവാട്ട് അവർ ആണെങ്കിൽ അത് സെപ്പറേറ്റ് ആയിട്ട് ബില്ല് ചെയ്യുന്നു. ഇങ്ങോട്ട് തരുന്നത് സെപ്പറേറ്റ് ആയിട്ട് ബില്ല് ചെയ്യുന്നു. ഏതുപോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ വീട്ടിൽ ഒരു 10 കിലോ ചേനയുണ്ടായി. ആ ഒരു ചേന പറിച്ചതിന് ശേഷം കൊണ്ടുപോയി അടുത്തുള്ള പച്ചക്കറി കടയിൽ കൊണ്ടുപോയി കൊടുക്കുന്നു. പച്ചക്കറി കടക്കാരൻ കിലോയ്ക്ക് 100 രൂപ വെച്ചിട്ട് അത് വാങ്ങിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് 1000 രൂപയ്ക്ക് തത്തുല്യമായിട്ടുള്ള ഒരു ചേനയുണ്ട്. ആ പച്ചക്കറിക്കാരനോട് നിങ്ങൾ പറയുന്നു, പണം ഇപ്പോൾ വേണ്ട, പിന്നീട് വാങ്ങിച്ചോളാം, എന്തായാലും വീട്ടിൽ ചേന ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ട്. ചേന പറിക്കുന്ന ഹാർവെസ്റ്റിംഗ് സീസണിൽ ഒരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചേനയുടെ സപ്ലൈ കൂടുതലായതുകൊണ്ട് ഇതിന്റെ വില കുറയും. അതേസമയം ഏകദേശം മഴക്കാലമൊക്കെ ആകുമ്പോഴത്തേനും ചേനയുടെ സപ്ലൈ ഒക്കെ കുറയും. അപ്പം ചേനയുടെ വിളവെടുപ്പ് കാലത്ത് 100 രൂപയാണെങ്കിൽ ഓഫ് സീസൺ ആകുമ്പോഴത്തേനും 150 രൂപയാവും. അപ്പോൾ ഈ 150 രൂപ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ പോയിട്ട് പലപ്പോഴായിട്ട് 500 ഗ്രാം വെച്ചിട്ട് ഒരു 20 തവണ കറിക്കിടാൻ വേണ്ടിയിട്ട് ചേന വാങ്ങിച്ചുകൊണ്ട് വരുന്നു എന്ന് കരുതുക. അതായത് നിങ്ങൾ തിരിച്ച് 10 കിലോ തന്നെ വാങ്ങിച്ചു. അതെല്ലാം ഓഫ് സീസണിലാണെങ്കിൽ സത്യം പറഞ്ഞാൽ കടക്കാരൻ 150 രൂപ വിലയുള്ള ചേനയാണ് എടുത്ത് നിങ്ങൾക്ക് തരുന്നത്. അതായത് നിങ്ങൾ കൊടുക്കുന്ന സമയത്ത് 1000 രൂപ വിലയുള്ള ചേന നിങ്ങൾ ഓഫ് സീസണിൽ പോയിട്ട്, വിളവെടുപ്പില്ലാത്ത കാലത്ത് പോയിട്ട് 1500 തത്തുല്യമായിട്ടുള്ള ചേന തിരിച്ചു വാങ്ങുന്നു. 500 രൂപ കടക്കാരന് നഷ്ടമല്ലേ? ഇത് ഏതെങ്കിലും കടക്കാരൻ സമ്മതിക്കുമോ? നെറ്റ് മീറ്ററിംഗിൽ ഇതാണ് സംഭവിക്കുന്നത്.
ഗ്രോസ് മീറ്ററിംഗ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. നിങ്ങൾ 10 കിലോ ചേന കൊണ്ടുപോയി കൊടുക്കുമ്പോൾ കടക്കാരൻ അവിടെ കണക്കെഴുതി വെക്കുന്നു. 10 കിലോ ചേനയ്ക്ക് ഇന്നത്തെ വില 100 രൂപ വെച്ചിട്ട് 10 കിലോയ്ക്ക് 1000 രൂപ. പിന്നീടുള്ള കാലങ്ങളിൽ നിങ്ങൾ 500 ഗ്രാമൊക്കെ ചേന വാങ്ങിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതാത് സമയത്തെ മാർക്കറ്റ് പ്രൈസ് അനുസരിച്ച് അതിന് സെപ്പറേറ്റ് ബില്ല് ജനറേറ്റ് ചെയ്ത് നിങ്ങൾക്ക് തരും. അത് 150 ആകാം, 120 ആകാം, 110 ആകാം, എന്താണെങ്കിലും. അതാണ് ഗ്രോസ് മീറ്ററിംഗ്. ഇപ്പോൾ ഏകദേശം കുറച്ച് പിടികിട്ടി കാണുമെന്ന് കരുതുന്നു. നമുക്കറിയുന്ന പോലെ തന്നെ ഇന്ത്യ ഗവൺമെന്റിന്റെ പ്രൊജക്ഷൻ അനുസരിച്ച് 2030 ആകുമ്പോഴത്തേനും ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 300 ജിഗാവാട്ടിന്റെ ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റിയാണ് സോളാർ പവർ. അതിനു വേണ്ടിയിട്ടാണ് ഇന്ത്യ ഗവൺമെന്റ് കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് സോളാർ പവർ ഇൻസ്റ്റലേഷന് വേണ്ടിയിട്ട് വളരെയധികം പദ്ധതികൾ വളരെയധികം ബജറ്റിന്റെ അകത്തൊക്കെ ഉൾപ്പെടുത്തിയിരുന്നത്. പാനൽസ് ചീപ്പറാക്കാൻ വേണ്ടിയിട്ട് സോളാർ പാനൽ ഇമ്പോർട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള ഇതുകൾ എടുത്തു കളഞ്ഞു. അതുപോലെ തന്നെ ഇന്ത്യയിൽ തന്നെ തദ്ദേശീയമായി നിർമ്മിക്കാൻ വേണ്ടിയിട്ട് പാനൽ ഗ്ലാസുകളുടെ നികുതി കുറച്ചു, സബ്സിഡികൾ നൽകുന്നു. ഇത്തരത്തിലുള്ളതെല്ലാം 2030 ആകുമ്പോഴത്തേനും 300 ജിഗാവാട്ടിന്റെ ഒരു ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റിയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. പക്ഷേ ഇപ്പോൾ 2025 ആയപ്പോൾ 5 വർഷത്തിന്റെ ഇപ്പം 116 ജിഗാവാട്ട് മാത്രമേ ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി ഉള്ളൂ എന്നുള്ളൊരു സത്യം നിലനിൽക്കുന്നു. അപ്പോൾ സോളാർ പവർ അഡാപ്റ്റേഷൻ, അതായത് സോളാർ പവർ ഇത്രയധികം പുറപ്പുറ ഊർജ പദ്ധതികൾ ഉണ്ടാക്കിയതിന്റെ അകത്ത് കേരളം വളരെ മുൻപന്തിയിൽ നിൽക്കുന്നു എന്നുള്ളതാണ് സത്യം. കേരളത്തിന്റെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകത അനുസരിച്ച് നോക്കുകയാണെങ്കിൽ കേരളം സോളാർ പവറിന് അത്ര പറ്റിയൊരു നാടല്ലെങ്കിൽ പോലും നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഗുജറാത്തും മഹാരാഷ്ട്രയും രാജസ്ഥാനും കഴിഞ്ഞാൽ കേരളത്തിലാണ് ഏറ്റവും അധികം ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി ഉള്ളത്. ഗുജറാത്ത്, മഹാരാഷ്ട്ര, രാജസ്ഥാനിലാണെങ്കിൽ ഇതിന് വളരെ അനുയോജ്യമായിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ കേരളത്തിന്റെ ആളുകൾ ഇത് വളരെയധികം നെഞ്ചോട് ചേർത്ത് ഏറ്റെടുത്തുള്ള ഒരു കാര്യമാണ് പുറപ്പുറത്ത് സോളാർ പാനൽ വെക്കുക എന്നുള്ളതും നെറ്റ് മീറ്ററിംഗിന്റെ ഗുണങ്ങൾ അനുഭവിക്കുക എന്നുള്ളതും. ഇതുകൊണ്ടുണ്ടായ ബോർഡിന്, അതായത് ഏത് ഡിസ്ട്രിബ്യൂഷൻ കമ്പനിക്കാണെങ്കിലും ഉണ്ടായിട്ടുള്ള ഒരു വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഊർജ്ജോൽപാദനം നടക്കുന്നത് ഒക്കെ പകലാണ്. അപ്പോൾ ഇത്രയധികം പവർ ഒന്നിച്ചു വരുന്നു, ഇതെല്ലാം ഗ്രിഡിലോട്ട് ഫീഡ് ചെയ്യുന്നു. സാധാരണക്കാരും അതേപോലെ തന്നെ കുറച്ച് ആളുകളൊക്കെ പറയുന്നത് വെച്ചാൽ ഗ്രിഡിലേക്ക് ഫീഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഹൈഡ്രോ പവർ ജനറേഷൻ അപ്പോൾ കുറയ്ക്കാമെന്നാണ്. അതൊരു സത്യമാണ്. പക്ഷേ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏത് ബോർഡിനെ സംബന്ധിച്ചാണെങ്കിലും ലോങ് ടേം പവർ പർച്ചേസ് എഗ്രിമെന്റ്സ് ആണ് കൂടുതലായിട്ടുള്ളത്. ഏതൊരു പവർ എക്സ്ചേഞ്ച് IEXO അല്ലെങ്കിൽ HPXO പോലത്തെ പവർ എക്സ്ചേഞ്ചുകളകത്തുനിന്നുള്ള ലോങ് ടേം കോൺട്രാക്ട്സുകൾ വളരെ അധികം ഉണ്ടാകും. ഈ ലോങ് ടേം കോൺട്രാക്ട്സ് പലപ്പോഴും വളരെ ഡിസ്കൗണ്ടഡ് റേറ്റ്സിലൊക്കെ ആയതുകൊണ്ട് തന്നെ പലപ്പോഴും ഉപയോഗത്തിന് എടുത്തിട്ടില്ലെങ്കിൽ പോലും അതിന് ആത്യന്തികമായി പണം നൽകേണ്ട ഒരു ഗതികളിലായിരിക്കും ഡിസ്ട്രിബ്യൂഷൻ കമ്പനികൾ. അപ്പോൾ പകൽ ലഭിക്കുന്ന ഈ സോളാർ പവർ ഗ്രിഡിലോട്ട് ഇഞ്ചക്ട് ചെയ്യുന്നതുകൊണ്ട് കാര്യമായിട്ട് വലിയ ബെനിഫിറ്റ് ഒന്നും ബോർഡിന് ലഭിക്കുന്നില്ല. കൂടാതെ ഇത് കുറേ അധികം തലവേദനകൾ ഉണ്ടാക്കുകയും ചെയ്യും. ഉദാഹരണമായിട്ട് ഗ്രിഡ് ഡിസ്റ്റബിലിറ്റി, അതൊരു വലിയൊരു പ്രശ്നമാണ്. ലോഡ് ബാലൻസിങ്ങിനും വീലിങ്ങിനും ഒക്കെ വേണ്ടിയിട്ടുള്ള പ്രശ്നങ്ങൾ വേറെ വരുന്നു. അപ്പോൾ ഇതുകൊണ്ടുണ്ടാകുന്ന ഒരു ഡീവിയേഷൻ ചാർജസ് അത് പലപ്പോഴും പെനാൽറ്റി ആയിട്ട് ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയുടെ തലയിൽ വന്നു ചാടും. അപ്പോൾ നമ്മൾ ഈ കാണുന്ന വെറും രാത്രിക്ക് ഉയർന്ന നിരക്കിലുള്ള വൈദ്യുതി വാങ്ങി ഉപഭോക്താക്കൾക്ക് നൽകിയിട്ട് പകല് ചുരുങ്ങിയ വിലയ്ക്കുള്ള വൈദ്യുതിയും അതേ നിരക്കിൽ തന്നെ തട്ടിക്കിഴിക്കേണ്ടി വരുന്ന ബാധ്യത മാത്രമല്ല ഡിസ്ട്രിബ്യൂഷൻ കമ്പനിക്ക് വരുന്നത്. ഇത്തരത്തിലുള്ള ഡീവിയേഷൻ ചാർജസ് ഈ പെനാൽറ്റി ആയിട്ട് വരുന്നതും ഇതും ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയുടെ തലയിൽ വരുന്നതാണ്. അതുകൊണ്ടാണ് 2025 ഏകദേശം 500 കോടി രൂപയുടെ നഷ്ടമാണ് ഈ പറഞ്ഞ പുറത്തുനിന്ന് ഊർജ്ജം ഉൽപ്പാദിപ്പിച്ചിട്ട് കൊടുക്കുന്നതിന്റെ മുകളിൽ KSEB പ്രൊജക്ട് ചെയ്യുന്നത്. സാധാരണ രീതിയിൽ നമ്മൾ ഈ ഒരു രാത്രിയും പകലും തമ്മിലുള്ള ഒരു താരിഫ് ഡിഫറൻസ്, പവർ പർച്ചേസ് ചെയ്യുമ്പോൾ താരിഫ് ഡിഫറൻസ് നമ്മൾ വേണമെങ്കിൽ IEXന്റെ ഡം ഡാറ്റ എടുത്ത് നോക്കിയാൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഒരു 1000 യൂണിറ്റ് സോളാർ പവർ 2.5 രൂപ വെച്ചിട്ട് പകല് ഒരു പുറപ്പുറത്ത് സോളാർ എനർജി ഉൽപ്പാദിപ്പിക്കുന്ന ഒരാൾ കൊടുക്കുന്നു എന്ന് വിചാരിക്കുക ബാങ്ക് ചെയ്യുന്നു നമ്മുടെ ഗ്രിഡിലോട്ട്. അത് കഴിഞ്ഞിട്ട് അതേ 1000 യൂണിറ്റ് തന്നെ രാത്രിക്ക് ഒരു 9-10 രൂപയ്ക്ക് വെച്ച് എടുക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ 7.5 രൂപ പെർ യൂണിറ്റ് ബോർഡിന് നഷ്ടമായി. ഈ നഷ്ടം കൂടി പോയി കഴിഞ്ഞാൽ 700 അടുക്കും എന്നാണ് കണക്കാക്കപ്പെടുന്നത്. അത് ഡീവിയേഷൻ ചാർജസ് ഉൾപ്പെടെയാണ് എന്നുള്ളതാണ് സത്യം. പക്ഷേ ഡീവിയേഷൻ ചാർജസിന്റെ ഒരു ബ്രേക്കപ്പ് ഒന്നും നമുക്ക് ബോർഡിന്റെ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ അത് കാണുന്നില്ല. പക്ഷെ എങ്കിൽ പോലും ആ ഒരു സംഭവം നിലനിൽക്കും. കൂടുതൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ രാജസ്ഥാനാകട്ടെ, മഹാരാഷ്ട്ര, ഗുജറാത്ത് ആകട്ടെ, ഇവരെല്ലാവരും ഗ്രോസ് മീറ്ററിംഗിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ആത്യന്തികമായിട്ട് ഇത്തരത്തിൽ സാധാരണക്കാരെ ബാധിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ഇവിടെ എത്ര ശതമാനം പേർ ഈ സോളാർ എനർജി ഉൽപ്പാദിപ്പിക്കുന്നു എന്ന് മനസ്സിലാക്കണം. കേരളത്തെ സംബന്ധിച്ചാണെങ്കിൽ 1.65% മാത്രമാണ് പുരപ്പുറത്ത് സൗരോർജ ഉൽപാദനം നടത്തുന്നത്. ഈ വരുന്ന ഒരു നഷ്ടം 500 കോടി രൂപയുടെ നഷ്ടം കഴിഞ്ഞ വർഷം വരുന്നു എന്ന് പറയുന്നത്, ഈ ഒരു 500 കോടി രൂപയുടെ നഷ്ടം ആത്യന്തികമായിട്ടും ഇവിടെയുള്ള ഉപഭോക്താക്കൾക്ക് തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു കൊടുക്കും. അങ്ങനെ ലഭിക്കുമ്പോൾ ഏകദേശം 20 മുതൽ 25 വരെ എല്ലാവരുടെയും എനർജി കോസ്റ്റ് കൂടും എന്നാണ് കണക്കാക്കപ്പെടുന്നത്.
ഈ ഒരു 20 പൈസ കൂടുന്നത് മനസ്സിലാക്കേണ്ടത് 98.5% പേർക്കും വെറുതെ കൂടുന്നതാണ്. 1.5% പേരുടെ പുറത്തിരിക്കുന്ന ഊർജ്ജ പദ്ധതി കൊണ്ട് 98.5% പേരുടെയും ബില്ല് മാറുന്ന ഒരു പ്രതിഭാസം അതായിരിക്കും നമ്മളെ കാത്തിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ എല്ലാ ബിസിനസിന്റെയും ബിസിനസ് ലെസൺസ് നമ്മൾ പറയുന്ന പോലെ തന്നെ ചുമരുണ്ടെങ്കിലേ ചിത്രം വരയ്ക്കാൻ കഴിയുകയുള്ളൂ. KSEB എന്തുകൊണ്ട് ലാഭത്തിലാകുന്നില്ല എന്നുള്ളതിന് നമുക്ക് ഒട്ടനേകം ന്യായങ്ങൾ ഉണ്ടാകാം. പക്ഷെ എങ്കിൽ പോലും പ്രത്യക്ഷത്തിൽ കാണുന്ന നഷ്ടം വരുത്താൻ സാധ്യതയുള്ളത് നമുക്ക് യുക്തിഭദ്രമായി ചിന്തിച്ചു കഴിഞ്ഞാൽ യുക്തിസഹമല്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾ അവയ്ക്കെങ്കിലും ഒരു ഇത്തിരി മാറ്റം വന്നാൽ അതൊരു പരിധിവരെ കേരളത്തിലെ ഏക ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയായിട്ടുള്ള KSEB ഏക എന്ന് പറയാൻ പറ്റില്ല, ഉണ്ടെങ്കിൽ പോലും അവയെല്ലാം ഓക്സിലറിയാണ്, അവർക്ക് സഹായകമാകും. നമ്മൾ ബാക്കിയുള്ള പോലെ പ്രൈവറ്റ് ജനറേഷൻ കമ്പനികളൊന്നും ഇവിടെ ഇല്ല. അപ്പോൾ ഇതിനൊരു പരിഹാരമൊക്കെ ആയിട്ട് ഈ പറഞ്ഞതുപോലെ പറയപ്പെടുന്ന ഒരു കാര്യം ബാറ്ററി സ്റ്റോറേജ് നടത്തണമെന്നുള്ളതാണ്. ഒരു വലിയൊരു പരിധിവരെ ഇത് തന്നെയാണ് പുറത്ത് ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നവർക്കും സൗകര്യപ്രദമായിട്ടുള്ളൊരു കാര്യം. പ്രത്യേകിച്ച് ബാറ്ററി സ്റ്റോറേജ് ഫെസിലിറ്റീസ് അതിനു വേണ്ടിയിട്ട് കഴിഞ്ഞ ബജറ്റിൽ തന്നെ പണം വകയിരുത്തിയിട്ടുണ്ടായിരുന്നു സെൻട്രൽ ഗവൺമെന്റ്. അപ്പോൾ ബാറ്ററി സ്റ്റോറേജ് ഫെസിലിറ്റീസിൻ്റെ അകത്തേക്ക് മാറുക എന്നുള്ളതാണ് അനുയോജ്യമായിട്ടുള്ള ഒരു കാര്യം. അതിനു വേണ്ടിയിട്ട് KSEB മുഖാന്തരമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നോഡൽ ഏജൻസീസ് വഴിയോ ഇൻസെൻറ്റീവ്സ് നൽകുന്ന കാര്യം, ഇപ്പോൾ പുറത്ത് സോളാർ പാനൽ വെക്കാൻ വേണ്ടി ഇൻസെൻറ്റീവ്സ് കൊടുക്കുന്നത് കൂടെ തന്നെ ബാറ്ററി സ്റ്റോറേജിന് വേണ്ടിയിട്ടും ഇൻസെൻറ്റീവ്സ് നൽകേണ്ടത് അത്യാവശ്യമാണ്. രണ്ട് തരത്തിലാണ് ഇത് ഈ മേഖലയിലുള്ള കമ്പനികളെ ബാധിക്കുക. ബാറ്ററി സ്റ്റോറേജ് ഫെസിലിറ്റിയിൽ വർക്ക് ചെയ്യുന്ന കമ്പനികൾ, പ്രത്യേകിച്ച് സ്മാർട്ട് ബാറ്ററി സിസ്റ്റം മാനേജ്മെന്റ് കമ്പനികൾ, ഇവയൊക്കെ കുറച്ച് നന്നാകും, അവരുടെ എല്ലാം വിറ്റുവരവ് വളരെയധികം കൂടും. പക്ഷേ ഒരു ഹ്രസ്വകാലത്തേക്കെങ്കിലും പുതിയ സോളാർ പാനൽ ഇൻസ്റ്റലേഷൻസ്, പ്രത്യേകിച്ച് ഡൊമസ്റ്റിക് സോളാർ പാനൽ ഇൻസ്റ്റലേഷൻസിനൊക്കെ ചെറിയൊരു തിരിച്ചടി നേരിടാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ ആ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്ന ബിസിനസ്സുകളും ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളെയും അത് ബാധിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ള കാര്യം ഞാനിവിടെ വിസ്മരിക്കുന്നില്ല. പക്ഷേ ദീർഘകാലത്തേക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ അപ്രായോഗികമായിട്ടുള്ളതും ആത്യന്തികമായി നഷ്ടം തുടരെ വരുത്തി വെച്ചുകൊണ്ടിരിക്കുന്നതും ആയിട്ടുള്ള കാര്യങ്ങൾ ഒരു ന്യൂനപക്ഷത്തിന് വേണ്ടിയിട്ട് മുമ്പോട്ട് കൊണ്ടുപോകുന്നത് എത്രത്തോളം പ്രായോഗികമാണെന്നുള്ള ഒരു ചോദ്യം അവിടെ നിലനിൽക്കുന്നു. മറ്റൊരു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.